ഹലോ, ഞാൻ സരിത. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ടേസ്റ്റ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആയുർവേദ കുറേ പൊടികൾ ഇട്ടിട്ട് ഒരു അറൗണ്ട് 10-11 പൊടിയോളം ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പൗഡറാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള ഫേസ് പാക്കുകൾ. പക്ഷേ ഇത് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അറിയാം നല്ല വിലയായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര വലുതായിട്ട് എന്തോ ഇൻഡിക്ക, റെബേക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ സയൻറ്റിഫിക്കലി എഴുതിയിട്ടുണ്ടാവും. നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ചില ബ്രാൻഡുകളൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ അവൈലബിൾ അല്ല, അവിടെ അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൂടുതലും ഇങ്ങനത്തുള്ള ഫേസ് പാക്കുകൾ പറയുന്നത്. പക്ഷേ സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കിട്ടാത്തതായിട്ടുള്ള ആയുർവേദ പൊടികൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കാരണം ഇവിടെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തുള്ള മെഡിസിനൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള വില കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞെട്ടു കേട്ടോ. പക്ഷെ നമുക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7-8 മാസത്തോളം പോവും. അത് മാത്രമല്ല ഇതിനങ്ങനെ ഷെൽഫ് ലൈഫ് ഇല്ല കേട്ടോ. ലൈക്ക് ഇങ്ങനെ കുറച്ച് നാളെ ഇരിക്കുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. ഒരു 8 ഒരു വർഷം വരെയൊക്കെ ഈ പൗഡർ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളപ്പോൾ ചോദിക്കും ഇത് എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളതല്ലേ. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടാണ്. മീൻസ് എണ്ണി പറയാൻ പറ്റാത്ത അത്രമാത്രം നമ്മൾ പൊടികൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. സ്കിന്നിന് ഓൾമോസ്റ്റ് എല്ലാ ഗുണങ്ങളും തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒന്നാമത് എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്ഷൻ ഒന്ന് നല്ലതാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രയോറിറ്റി. സ്കിൻ ലൈറ്റനിങ് ആണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടുകൾ ഉണ്ടാവരുത് മുഖത്ത്. ഉള്ള പാടുകളൊക്കെ ഒന്ന് പോകണം. പിന്നെ മുഖക്കുരു, ആക്നെ, അതുപോലെ തന്നെ ഈ ഓപ്പൺ പോർസ്, പിന്നെ ഇങ്ങനെ ഡാമേജ് ആവുന്നത് റിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ പൗഡർ ഇടുമ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മാത്രമല്ല, നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത്രയും പൊടിക്കാതെ നമുക്ക് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പ്രാവശ്യത്തെ ഒന്ന് അപ്ലൈ ചെയ്യാൻ, ലൈക്ക് നമ്മളുടെ കഴുത്തിലും മുഖത്തും അപ്ലൈ ചെയ്യാൻ ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊക്കെ സത്യത്തെ അറിയാതെ ഇത്രയും ഒരു സ്പൂൺ പോയി മേടിക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം വിലയാണ് ഒരു പാക്കറ്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് അത് ആയുർവേദം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് എത്ര പൈസ ആയാലും നമ്മൾ കൊടുത്തിട്ട് അത് മേടിക്കുകയും ചെയ്യും. സോ അപ്പോൾ ഇനി അത് വിഷമിക്കേണ്ട, നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. നമുക്ക് കഴുത്തിലും മുഖത്തും അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ഇത്ര മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമൽ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. സോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാണ്. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ആർക്കും റോസ് വാട്ടർ തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. പിന്നെ എക്സ്ട്രീമായിട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ അതിനകത്ത് 2 തുള്ളി വെളിച്ചെണ്ണ, 2-3 തുള്ളി, നിങ്ങൾക്കിപ്പം എണ്ണയ്ക്ക് അങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പം ചിലർക്ക് ഇപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് ഇപ്പോൾ എണ്ണ ചിലർക്ക് അങ്ങനെ പിടിക്കാറില്ല, കുരുക്കൾ വരാറുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. പച്ചപ്പാൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് കൂടാണ്ട് ഒരു പൊടിയും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. അത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 സ്പൂൺ അങ്ങനെ ഇടരുത്. ഞാൻ ഇനി വരുമ്പോൾ കാണിക്കാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന എത്ര എമൗണ്ട് ആണെന്നുള്ളത്. അപ്പോൾ ആ എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് മീൻസ് അങ്ങനെ മഞ്ഞൾ അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ദിവസം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നിടവിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ കൂടാണ്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഇപ്പോൾ ഈ എന്നോട് ഒത്തിരി പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ചുണ്ടിന് ചുറ്റും വരണുണ്ട്, ഇങ്ങനെ കറുപ്പ് വരണുണ്ടെന്ന്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടിന് ചുറ്റും മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാം. അപ്പോൾ മുഖത്താണെങ്കിൽ 1-2 ദിവസങ്ങളിൽ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയണത് പോലെ മുഖം വലിഞ്ഞു മുറുകാൻ വെച്ചേക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന്
ഉണങ്ങുകയാണെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് മാക്സിമം ഒരു 7 to 10 minutes വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കാൻ നേരത്തെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു പാത്രമായിരിക്കണം ഇതെല്ലാം കൂടെ പൗഡറുകൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഞാൻ ഒരു അളവ് പറയുന്നത്, ഇപ്പം അത് കൂട്ടണമെങ്കിൽ അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 റൗണ്ട് പൊടി നമ്മൾ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ്, ചിലത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇരട്ടി മധുരം എന്നുള്ളത് മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമുക്ക് ഫെയർനെസ്, ഫേസിൻ്റെ കോംപ്ലക്ഷൻ, കളറിൻ്റെ ആ ഒരു ടോണൊക്കെ നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഇത് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇരട്ടി മധുരം കമ്പൽസറി ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ആയുർവേദ മെഡിക്കൽ ഷോപ്സിലും കിട്ടുന്ന ഒന്നാണ് ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ. അപ്പോൾ അത് 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കമ്പൽസറി ആയിട്ടുള്ള ഒരെണ്ണമാണ് ചന്ദനത്തിൻ്റെ പൊടി. അപ്പം അതും നമ്മൾ എടുക്കുന്നത് 2 സ്പൂണാണ്. അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ പൊടി എടുക്കുന്നതും നമ്മളുടെ കോംപ്ലക്ഷൻ, നമുക്ക് സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കമ്പൽസറി ആയിട്ട് വേണം കേട്ടോ. അടുത്ത് വേണ്ടത് റോസാപ്പൂവിൻ്റെ പൊടി. അത് കിട്ടും കേട്ടോ, എല്ലായിടത്തും മേടിക്കാനായിട്ട് കിട്ടും. റോസ് പെറ്റൽസ് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബൈ ചെയ്യാം. ഇതും ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പനിനീർ റോസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഷെയ്ഡിൽ ഉണക്കണം. ഷെയ്ഡിൽ ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൗഡർ കിട്ടും കേട്ടോ. ചിലരുടെ വീട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഈ റോസ് പെറ്റൽ പൗഡറും നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ സ്കിൻ ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നതിനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. സോ അപ്പോൾ അതും കമ്പൽസറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇടുന്നത് 2 സ്പൂൺ രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇതും നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മുഖത്തുള്ള പാടുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അത് എല്ലാ തരം പാടുകൾ, ഈവൻ നമ്മളുടെ നഖം കൊണ്ട് സ്ക്രാച്ച് ആവുന്ന പാടുകൾ തൊട്ട് മുഖക്കുരുവിൻ്റെ അങ്ങനെയുള്ള എല്ലാ പാടുകളും മാറ്റാനായിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതും നിങ്ങൾ ഒഴിവാക്കണ്ട, ഇത് ആഡ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒട്ടും ഒഴിവാക്കണ്ട. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചന്ദനത്തിൻ്റെ പൊടി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് ചന്ദനത്തിൻ്റെ പൊടിയിനെക്കാട്ടി നമുക്ക് കൂടുതൽ പാടുകൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യണേ. ഇനി അടുത്ത ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും അവസാനമാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൗഡർ ആഡ് ചെയ്യണത്. ഇനി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീം പൗഡറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിലിൻ്റെ പൊടി. അപ്പോൾ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലർക്ക് മുഖക്കുരു ഒന്നും ഉണ്ടാവാത്ത സ്കിന്നായിരിക്കും, അങ്ങനെ ആഗ്നേ മുഖക്കുരു അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നായിരിക്കും, മുഖക്കുരു വരാനായിട്ടൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർ കമ്പൽസറി ആയിട്ടും ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ 1 സ്പൂണാണ് എടുക്കുന്നത്. എനിക്കങ്ങനെ കുരു വരുന്ന മീൻസ് സ്കിന്നല്ല, പക്ഷേങ്കിലും ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുഖക്കുരു അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കമ്പൽസറി ആയിട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പുതിനയിലയുടെ പൗഡറാണ് കേട്ടോ. ഇതും മുഖക്കുരു അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, ആക്നെ മുഖക്കുരു ഒക്കെ വരുന്ന സ്കിന്നുള്ളവർക്കാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ സ്കിൻ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും 1 സ്പൂണാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ 2ൻ്റെയും പൗഡർ ഇല്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി എല്ലാ പൊടികളും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കൂലേ, മീൻസ് പരട്ടാനായിട്ട്. അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീരൊഴിച്ചാലും മതി. പക്ഷെ അത് കമ്പൽസറി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മീൻസ് മുഖക്കുരു ഉള്ളവർക്ക് ആ ഒരു പ്രയോജനം ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാത്തിനും കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ശരിയായിരിക്കും. പക്ഷേ ഈ ഒരു കുരു അങ്ങനെയുള്ളത് മാറണമെങ്കിൽ എന്തായാലും ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്ക് എല്ലാം മാറി കിട്ടണം. സോ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊടിയാണിത്. ത്രിഫല ചൂർണ്ണമാണ്. ഇത് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ്. നമ്മളുടെ ഓപ്പൺ സ്പോട്സ് അതൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡാമേജ് റിപ്പയർ ചെയ്യാൻ, ആൻറ്റി ഏജിങ് ആണ്, സ്കിൻ നല്ല ഒരു ഗ്ലോയിങ് ആക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഈ ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എവിടെ മീൻസ് ആയുർവേദ ഈ മെഡിക്കൽ ഷോപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് 3 പൊടിയാണ് ഉള്ളത്. അതാണ് ത്രിഫല ചൂർണം എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് 3 നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 2 സ്പൂൺ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താണ് വെക്കുന്നത്.
അപ്പം ഞാൻ ആദ്യം പറഞ്ഞു നല്ല ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ മിക്സ് ചെയ്യേണ്ട രീതി, ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും ഡിഫറെൻ്റ് ആണ്, അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. കാരണം സ്കിന്ന് ഇപ്പം ഓയിലി സ്കിന്നുകാരുടെ അതേ രീതിയിലായിരിക്കില്ല ഡ്രൈ സ്കിന്നിന് മിക്സ് ചെയ്യണത്, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ. അപ്പോൾ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് വെക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ആവശ്യം വരുള്ളൂ. ഒരുപാട് കാലം യൂസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ സാധനമൊക്കെ നമ്മളത് ഒരു സ്പൂൺ വെച്ചിട്ടുള്ള ഇത്രയും അളവിൽ തന്നെ നമ്മൾ പാക്കറ്റിൽ മേടിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ആയുർവേദ ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എന്തുമാത്രം വിലയാണെന്ന് അറിയാമോ? പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനിലായാലും അല്ലാണ്ടായാലും പൗഡർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ കോസ്റ്റ് നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാവുന്നതാണ്. ഞാൻ പറയണില്ല, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം, അത്ര വ്യത്യാസം വരും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ഈസിലി അവൈലബിൾ ആണ്. അല്ലാത്ത നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാനായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ ഫ്രം സരിത.